ഏവർക്കും PSC ടുഡേ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഇംഗ്ലീഷ് വൊക്കാബുലറിയിലെ ചില ഭാഗങ്ങളാണ്. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമായിട്ടുള്ള സിനോണിംസിലേക്കാണ് നമ്മൾ ഇന്ന് പോകാൻ പോകുന്നത്. ഇത് വളരെ ടഫ് ഏറിയ ഒരു ഭാഗമാണ്. അതുകൊണ്ട് തന്നെ കോഡ് രൂപത്തിലാണ് നമ്മൾ ഇതിലൂടെ പഠിക്കാൻ പോകുന്നത്. എല്ലാവരും ശ്രദ്ധിക്കുക. എന്താണ് സിനോണിംസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓർക്കുക, ഒരു പദത്തിന് പകരം ഉപയോഗിക്കാൻ കഴിയുന്ന മറ്റൊരു പദത്തെയാണ് സിനോണിംസ് അഥവാ സമാന പദം എന്ന പേരിൽ അറിയപ്പെടുന്നു. ഈ ഭാഗം അല്പം ഡിഫിക്കൽട്ട് ആണ്, ശ്രദ്ധിച്ചിരിക്കുക. കോഡ് രൂപത്തിൽ നമുക്കിത് വളരെ ഈസി ആയി തന്നെ പഠിക്കാൻ പറ്റും. ശ്രദ്ധിക്കുക. ആദ്യത്തെ പദത്തിലേക്ക് നമ്മൾ കടക്കാൻ പോകുകയാണ്. പദം ഇതാണ്, അഡ്മിനറേഷൻ. അഡ്മിനറേഷൻ എന്ന വാക്കിന്റെ അർത്ഥം ചോദിച്ചാൽ പ്രശംസ. ഇതിന് അഡ്മിറേഷന് പകരമായി ഉപയോഗിക്കാൻ കഴിയുന്ന മറ്റു പദങ്ങളാണ് ഒന്ന് പ്രൈസ്, അതുപോലെ തന്നെ സാറ്റിസ്ഫാക്ഷൻ. പ്രൈസ് മീൻസ് സ്തുതി, സാറ്റിസ്ഫാക്ഷൻ മീൻസ് സംതൃപ്തി. നമുക്കിത് എങ്ങനെ പഠിക്കാമെന്ന് നോക്കാം വളരെ ഈസിയായി. അതിനുവേണ്ടി ഈ പദത്തിനെ ഞാനൊന്ന് മാറ്റുവാൻ പോവുകയാണ്. ആഡ്മിറേഷൻ. എന്റെ വീട്ടിലൊരു ആടുണ്ട്. എനിക്ക് ഈ ആടിനൊരു പ്രത്യേകതയുണ്ട്. ഇവൻ റേഷൻ മാത്രമേ കഴിക്കുള്ളൂ, അല്ലെങ്കിൽ റേഷനരി മാത്രമേ ഇവൻ കഴിക്കുള്ളൂ. അങ്ങനെ ഒരു ദിവസം ഞാൻ ഇവന് വേണ്ടിയിട്ട് റേഷൻ വാങ്ങിച്ചുകൊണ്ട് കൊടുത്തതോടുകൂടി ആട് വളരെയധികം സംതൃപ്തി എന്നോട് കാണിച്ചു. സോ സാറ്റിസ്ഫാക്ഷൻ സംഭവിച്ചു, അല്ലെങ്കിൽ ആട് എന്ത് ചെയ്തു, ഒരുപാട് സംതൃപ്തനായി. അതിനോടൊപ്പം തന്നെ അത് എന്നെ എന്ത് ചെയ്തു, സ്തുതിക്കുകയും ചെയ്തു, അഥവാ പ്രൈസ് ചെയ്യുകയും ചെയ്തു. അപ്പൊ ആലോചിച്ചു വെച്ചേക്കുക, അഡ്മിനറേഷൻ എന്ന വാക്കിന്റെ അർത്ഥം ചോദിച്ചാൽ അത് പ്രശംസ എന്നാണ്. ഇതിന്റെ പ്രധാനപ്പെട്ട മറ്റു പദങ്ങൾ ഏതൊക്കെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊന്നാണ് പ്രൈസും, മറ്റൊന്ന് സാറ്റിസ്ഫാക്ഷനും. അപ്പൊ ഈ ആടിന്റെ കഥയൊന്ന് ഓർത്തു വെച്ചിരിക്കുക. രണ്ടാമത്തെ പദമാണ് ബെനവലന്റ്. ബെനവലന്റ് എന്ന് പറഞ്ഞാൽ അർത്ഥം പരോപകാരി. ബെനവലന്റിന് പകരം ഉപയോഗിക്കാൻ കഴിയുന്ന വാക്കുകൾ ഏതെന്ന് നോക്കാം. അതാണ് ഹ്യൂമെയിൻ അഥവാ മനുഷ്യത്വമുള്ളത്, ഫിലാൻട്രോഫി, അതുപോലെ തന്നെ കൈൻഡ്. ഇവയുടെ എല്ലാം അർത്ഥം മനുഷ്യത്വമുള്ളത് എന്നത് തന്നെയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് കോഡ് രൂപത്തിൽ പഠിക്കേണ്ടത് എന്ന് നോക്കാം. ഞാൻ അതിനുവേണ്ടി ബെനോവലന്റ് എന്ന വാക്കിനെ ഒന്ന് മാറ്റുവാൻ പോവുകയാണ്. ബെന്നിന്റെ നോവൽ എൻഡ് ചെയ്തു. ബെന്ന് ഒരു നോവൽ എഴുതി. ആ നോവൽ എങ്ങനെയാണ് എൻഡ് ചെയ്തത്? വളരെ മനുഷ്യത്വമുള്ള രീതിയിലാണ് ആ കഥ എൻഡ് ചെയ്തത്, അഥവാ ഹ്യൂമെയിൻ ആയിട്ടാണ് ആ കഥ എൻഡ് ചെയ്തത്, അല്ലെങ്കിൽ ഫിലാൻട്രോഫി ആയിട്ടാണ് ആ കഥ എൻഡ് ചെയ്തത്, അല്ലെങ്കിൽ വളരെ കൈൻഡ് ആയിട്ടാണ് ആ കഥ എൻഡ് ചെയ്തത്. ഓർക്കുക, ബെനവലന്റിന് പകരമായി ഉപയോഗിക്കാൻ കഴിയുന്ന വാക്കുകൾ ഇവ മൂന്നെണ്ണമാണ്. ഓർത്തു വെച്ചിരിക്കുക. ഇതിന്റെ കോഡ് രൂപം എന്താണ്? ബെന്നിന്റെ നോവൽ എൻഡ് ചെയ്തത് എങ്ങനെയാണ്? മനുഷ്യത്വമുള്ള രീതിയിലാണ്. ഈ മൂന്ന് വാക്കുകൾ ഓർത്തു വെച്ചേക്കുക. ഇനി ഫിലാൻട്രോഫി പഠിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമുക്ക് അതിനെയും ഇതുപോലെ ഡിവൈഡ് ചെയ്യാം. ഫ്രീ ആയി, എന്റെ ട്രോഫി. ഫിലാൻട്രോഫി ഫ്രീ ആയി എന്റെ ട്രോഫി മറ്റൊരാൾക്ക് നൽകി. മനുഷ്യത്വമുള്ള ഒരാൾക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യമാണ്, അല്ലെ പരോപകാരമായിട്ട് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമാണ് ഫിലാൻട്രോഫി. അഥവാ എന്താണ്? ഫ്രീ ആയി എന്റെ ട്രോഫി മറ്റൊരാൾക്ക് നൽകി. അടുത്ത പദമാണ് ബാർബറസ്. മൂന്നാമത്തെ പദമാണ് ബാർബറസ്. ബാർബറസ് എന്ന വാക്കിന്റെ അർത്ഥം ചോദിച്ചാൽ അപരിഷ്കൃതമായ, അല്ലെങ്കിൽ അപരിഷ്കൃതൻ. ഓർക്കുക, ഇതിന് ഉപയോഗിക്കാൻ കഴിയുന്ന മറ്റു പദങ്ങൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ സാവേജ് അഥവാ വന്യമായ, ബ്രൂട്ടൽ ക്രൂരമായ, അൺസിവിലൈസ്ഡ്. ഇങ്ങനെയുള്ള വാക്കുകളെല്ലാം ബാർബറസിന് പകരമായി ഉപയോഗിക്കാം. ഇത് ഒത്തിരി തവണ PSC ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യനുമാണ്. ഓർക്കുക. ഇതെങ്ങനെ വളരെ ഈസി ആയി നമുക്ക് ഓർത്തു വെക്കാമെന്ന് ആലോചിക്കുക. ബാറിൽ നിന്നും ബാറിലേക്ക് ഓസിന് കുടിക്കുന്ന ആളുടെ സ്വഭാവം എങ്ങനെയായിരിക്കും? ഒരു ബാറിൽ നിന്നും മറ്റൊരു ബാറിലേക്ക് കയറി ഓസിന് മദ്യപിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയുടെ സ്വഭാവം എങ്ങനെയായിരിക്കും? വളരെ സാവേജ് ആയിരിക്കും, അല്ലെ? വളരെ അപരിഷ്കൃതമായി, വന്യമായ, ബ്രൂട്ടലായ ഒരു സ്വഭാവമായിരിക്കും ആ വ്യക്തിക്കുള്ളത്. അതുകൊണ്ട് ഇതൊന്ന് വെച്ചേക്കുക. ബാറിൽ നിന്നും ബാറിലേക്ക് ഓസിന് കഴിക്കുന്ന ആളുടെ സ്വഭാവം എങ്ങനെയായിരിക്കും? അപരിഷ്കൃതനായിരിക്കും അവൻ, അല്ലെങ്കിൽ അവൻ വന്യമായ സ്വഭാവമായിരിക്കും കാണിക്കുന്നത്. അടുത്തതാണ് ബോണ്ടേജ് എന്നുള്ള വാക്ക്. ബോണ്ടേജ് എന്ന വാക്കിന്റെ അർത്ഥം ചോദിച്ചാൽ ബന്ധനം, അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ സ്ലേവറി, അടിമത്തം. അതുപോലെ തന്നെയാണ്
സെർഫ്ഡം. സെർഫ്ഡം എന്ന് പറഞ്ഞാലും എന്താണ്? അടിമത്തം തന്നെയാണ്. ഈ വാക്ക് എങ്ങനെ പഠിക്കാമെന്ന് നോക്കാം. നമുക്കെല്ലാം അറിയാം അല്ലെ, ബോണ്ട് എന്ന് കേട്ട് കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഓർമ്മ വരുന്നത് ആരെയാണ്? ജെയിംസ് ബോണ്ടിനെയാണ് അല്ലെ. ബോണ്ട് എന്ന വാക്ക് കേൾക്കുമ്പോൾ നമുക്ക് ആദ്യം ഓർമ്മ വരുന്നത് എന്താണ്? ജെയിംസ് ബോണ്ടിനെയാണ്. ഈ ജെയിംസ് ബോണ്ടിന് വയസ്സായി എന്ന് കരുതുക. അതോടുകൂടി പുള്ളിക്കാരൻ എന്താണ്? പിന്നെ പഴയതുപോലെ ചലച്ചിത്രങ്ങൾ എന്ത് ചെയ്യില്ല, ലഭിക്കില്ല. അതോടുകൂടി അദ്ദേഹം എന്ത് ചെയ്യും? അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെ തണലിലേക്ക് എന്ത് ചെയ്യും? മാറും. അത് ഒരു തരം എന്താണ്? ബന്ധനത്തിന് തുല്യമാണ്, അഥവാ ബോണ്ടേജിന് തുല്യമാണ് എന്ന് ആലോചിച്ച് വെച്ചിരിക്കുക. അല്ലെങ്കിൽ അതൊരു സ്ലേവറി അല്ലെങ്കിൽ ഒരു അടിമത്തത്തിന് തുല്യമാണ് എന്ന് എന്ത് ചെയ്യുക? ആലോചിച്ച് വെച്ചേക്കുക. അപ്പോൾ ഈ ജെയിംസ് ബോണ്ടിന്റെ കഥയൊന്ന് ഓർക്കുക. അടുത്ത വാക്കാണ് കലാമിറ്റി അഥവാ ദുരന്തം. ഇതിന് പകരമായി ഉപയോഗിക്കാൻ കഴിയുന്ന ഇംഗ്ലീഷ് വാക്കുകളാണ് ഡിസാസ്റ്റർ, അതുപോലെ തന്നെയാണ് അഡ്വേഴ്സിറ്റി. ഈ രണ്ട് വാക്കുകളും ഉപയോഗിക്കാൻ കഴിയും. ഇവയുടെ ഡിസാസ്റ്റർ എന്ന വാക്കിന്റെ അർത്ഥം നമുക്കറിയാം, ദുരന്തം എന്നാണ്. അഡ്വേഴ്സിറ്റി എന്ന വാക്കിന്റെ അർത്ഥം ചോദിച്ചാൽ പ്രതികൂലത. ഇതെങ്ങനെ പഠിച്ചു വെക്കാമെന്ന് നമുക്കൊന്ന് നോക്കാം. കലാമിറ്റി എന്ന വാക്ക് ഞാനങ്ങ് മാറ്റുവാൻ പോവുകയാണ്. കാലന് സ്വന്തമായി മിട്ടിയുണ്ടെങ്കിൽ, മിട്ടി എന്ന് വെച്ചാൽ അത് ഹിന്ദി വാക്കാണ് അല്ലേ, ഹിന്ദി വാക്കാണ് മിട്ടി എന്ന് പറയുന്നത്. അപ്പോ ഹിന്ദിയിൽ മിട്ടി എന്ന് പറഞ്ഞാൽ മണ്ണ് എന്നാണ് അർത്ഥം. അപ്പൊ കാലന് സ്വന്തമായി മണ്ണുണ്ടെങ്കിൽ എന്തായിരിക്കും ആ പ്രദേശത്തിന്റെ അവസ്ഥ? അത് വളരെ ദുരന്തപൂർണമായിരിക്കും, അത് ഡിസാസ്റ്റർ ആയിരിക്കും ആ പ്രദേശം. അതുപോലെ തന്നെ എന്തായിരിക്കും? അവിടെ എല്ലായ്പ്പോഴും പ്രതികൂല കാലാവസ്ഥയായിരിക്കും, അല്ലെ പ്രതികൂലമായ രീതിയിലായിരിക്കും കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. അപ്പോ കലാമിറ്റി, കാലന് സ്വന്തമായിട്ട് എന്തുണ്ടെങ്കിൽ? മിട്ടി, മണ്ണുണ്ടെങ്കിൽ, ഒരു പ്രദേശം ഉണ്ടെങ്കിൽ ആ പ്രദേശത്തിന്റെ അവസ്ഥ എന്തായിരിക്കും? അവിടെ ഡിസാസ്റ്റർ ആയിരിക്കും എപ്പോഴും, ദുരന്തമായിരിക്കും എപ്പോഴും. അതുപോലെ തന്നെയാണ് അഡ്വേഴ്സിറ്റി ആയിരിക്കും, അല്ലെങ്കിൽ പ്രതികൂലമായ രീതിയിലായിരിക്കും അവിടെ കാര്യങ്ങൾ പോകുന്നത്. ഓർത്തു വെച്ചിരിക്കുക. ഇതൊരു കഥ രൂപത്തിൽ പറയുന്നതാണ്. ഇത് 1, 2, 3 തവണ നിങ്ങൾ കൂടുതലായി കേൾക്കുക, കേട്ട് മനസ്സിലാക്കി വെക്കുക. അടുത്ത വാക്കാണ് ഡോളറസ്. ഡോളറസ് എന്ന് പറഞ്ഞാൽ വേദന എന്നാണ് അർത്ഥം. ഡോളറസിന് പകരമായി ഉപയോഗിക്കാൻ കഴിയുന്ന വാക്കുകളാണ് സോറോഫുൾ, മെമിസറബിൾ, അങ്കുഷ്ഡ്. ഇങ്ങനെയുള്ള 3 പദങ്ങൾ നമുക്ക് ഡോളറസിന് പകരമായി ഉപയോഗിക്കും. ഇതിൽ സോറോഫുൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദുഃഖകരമായ, മെമിസറബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്മരണീയമായ, അങ്കുഷ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേവലാതിപ്പെട്ടത്. ഇതിന് എങ്ങനെ പഠിക്കാമെന്ന് നമുക്കൊന്ന് നോക്കാം. ഡോളോ എന്ന പദം നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ. ഡോളോ എന്ന പദം, പനി വരാത്തവരായി ആരുമില്ല, അതുകൊണ്ട് എല്ലാവർക്കും അറിയാം ഡോളോ എന്ന് പറയുന്ന മെഡിസിനെ പറ്റി. അപ്പൊ നമുക്ക് നോക്കാം. ഡോക്ടർ കുട്ടിയോട് ഡോളോ 1 ഔൺസ് കഴിക്കാൻ പറഞ്ഞു. ഡോളോ 1 ഔൺസ് എന്ത് ചെയ്തു? കഴിക്കാൻ പറഞ്ഞു. ഡോളോ 1 ഔൺസ് കഴിക്കാൻ പറഞ്ഞു. നമുക്കറിയാം കുഞ്ഞു കുട്ടികൾക്ക് എന്താണ്? മരുന്ന് കഴിക്കുന്ന വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അവരെന്ത് ചെയ്യും? ഇത് കേട്ടുടനെ അവരെന്ത് ചെയ്യും? ദുഃഖിക്കും. അവർക്ക് മെഡിസിൻ കഴിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്, അതുകൊണ്ട് അവരെന്ത് ചെയ്യും? ദുഃഖിക്കും. അതുപോലെ തന്നെയാണ് അവരെന്ത് ചെയ്യും? വേവലാതിപ്പെടുകയും ചെയ്യും. അയ്യോ മരുന്ന് കഴിക്കണമല്ലോ എന്ന് ആലോചിച്ച് എന്ത് ചെയ്യും? വിഷമിക്കുകയും ചെയ്യും. അപ്പൊ ഓർക്കുക, ഡോളറസ് എന്ന വാക്കിന് പകരമായി ഉപയോഗിക്കാൻ കഴിയുന്നതാണ് സോറോഫുൾ. അവർ ദുഃഖകരമായിട്ടിരിക്കും, സോറോഫുൾ. അതുപോലെ തന്നെയാണ് അങ്കുഷ്ഡ് ആവും, അവരെന്ത് ചെയ്യും? വേവലാതിപ്പെടാൻ തുടങ്ങും. അതുപോലെ മെമിസറബിൾ ആവും, എന്താണ്? സ്മരണീയമായിട്ടായിരിക്കും. അല്ലെങ്കിൽ ഇതിന്റെ അർത്ഥം പറഞ്ഞാൽ അവർ എത്ര നാൾ കഴിഞ്ഞാലും എന്താണ്? കൈപ്പുള്ള മരുന്ന് കഴിച്ചതിന്റെ രുചി എന്ത് ചെയ്യത്തില്ല? മറക്കത്തില്ല. അതുകൊണ്ട് തന്നെ വലുതായ കുറെ ആൾക്കാർക്ക് എന്താണ്? മരുന്ന് കഴിക്കുന്നതിന് എന്താണ്? ഭയമാണ്. കാര്യം കുട്ടിയിൽ കഴിച്ച മരുന്നിന്റെ കയ്പ് ഒന്ന് ഓർത്തു വെച്ചേക്കുക. ഇതൊരു കഥ രൂപത്തിൽ എന്താണ്? ഓർത്തു വെച്ചിരുന്നാൽ മതി. അടുത്ത വാക്കാണ് എക്സ്ട്രാവാഗന്റ്. എന്താണ് എക്സ്ട്രാവാഗന്റ് എന്ന വാക്കിന്റെ അർത്ഥം ചോദിച്ചാൽ പാഴായത് അല്ലെങ്കിൽ ധൂർത്തടിച്ചത് എന്നൊക്കെയാണ് അർത്ഥം വരുന്നത്. ഇതിന് സമാനമായ വാക്കുകൾ നോക്കാം. വേസ്റ്റ്ഫുള്ള്, അതുപോലെ പ്രൊഡീഗൽ അഥവാ ധൂർത്തൻ എന്നർത്ഥം വരുന്നു. ഇനി ഈ വാക്ക് എങ്ങനെ നമുക്ക് പഠിക്കാമെന്ന് നോക്കാം. എക്സ്ട്രാ വാങ്ങിച്ചു കൂട്ടുന്ന സാധനങ്ങൾക്ക് എന്തായിരിക്കും അവിടെ അവസ്ഥ? എക്സ്ട്രാ ആയിട്ട് വാങ്ങിച്ചു കൂട്ടുന്ന, വാഗന്റിനെ ഞാൻ എന്ത് ചെയ്തു? വാങ്ങിച്ചു കൂട്ടുന്നതാക്കി. എക്സ്ട്രാ വാങ്ങിച്ചു കൂട്ടുന്ന സാധനങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും? അവ എന്ത് രൂപത്തിലാവൂടെ? ഒന്നിൽ എന്ത് ചെയ്യും? പാഴായി എന്ത് ചെയ്യും? പോകും. അല്ലെങ്കിൽ എന്തായിരിക്കും? ഇങ്ങനെ വാങ്ങിക്കുന്നവന്മാരെ നമ്മൾ മുഖത്ത് നോക്കി പറയില്ല, അവൻ ഭയങ്കര ധൂർത്തനാണ്, വെറുതെ ഓരോന്ന് വാങ്ങിച്ചു കൂട്ടുന്നു എന്ന്. അപ്പോ എക്സ്ട്രാ വാഗന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? വേസ്റ്റ്ഫുൾ ആയത്.
എക്സ്ട്രാ വാങ്ങിക്കുന്നത്. അപ്പൊ തന്നെ മനസ്സിൽ വരിക എക്സ്ട്രാ വാങ്ങിച്ചത് എന്തോ അതെന്താണ്, വേസ്റ്റ് ആയിരിക്കുമെന്ന് ഓർക്കുക. വേസ്റ്റ് ഫുൾ ആണത്, പാഴായതാണ്. അതുപോലെ തന്നെ എന്താണ്, പ്രൊഡീഗലാണ്. അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്ന വാക്കാണ് ഫെസിലിറ്റേറ്റ്. ഇതിന്റെ അർത്ഥം എന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സുഗമമാക്കുക. ഇതിനു പകരമായി ഉപയോഗിക്കാൻ കഴിയുന്ന വാക്കുകളാണ് മേക്ക് ഇറ്റ് ഈസി, എളുപ്പമാക്കുക, എക്സ്പിഡിറ്റ്, വേഗത്തിലാക്കുക, എയ്ഡ്, എന്താണ്, എന്തെങ്കിലും സഹായം ചെയ്യുക. ഇതൊക്കെയാണ് ഈ വാക്കിന് പകരമായി ഉപയോഗിക്കാൻ കഴിയുന്ന മറ്റു വാക്കുകൾ. നമുക്കിത് എങ്ങനെ പഠിക്കാമെന്ന് നോക്കാം. ഫെസിലിറ്റേറ്റ് എന്ന വാക്കിൽ നിന്നും ഞാനൊരു വാക്ക് എടുക്കുവാൻ പോവുകയാണ്. ഫെസിലിറ്റി. നമുക്കറിയാം അല്ലെ, ഫെസിലിറ്റി നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വാക്കാണ് ഫെസിലിറ്റി. ഫെസിലിറ്റി കൂടിക്കഴിഞ്ഞാൽ എന്താ, സൗകര്യം. ഫെസിലിറ്റി എന്ന് വെച്ചാൽ സൗകര്യം. സൗകര്യം കൂടുതൽ ലഭിച്ചാൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം വളരെ വേഗത്തിൽ നടക്കും അല്ലേ. ഫെസിലിറ്റി അതായത് നമുക്ക് ഒരു കാര്യം ചെയ്യാനായിട്ട് ഒരുപാട് സൗകര്യം ഒരുക്കി തന്നാൽ എന്ത് ചെയ്യും, നമ്മൾ ആ കാര്യം വളരെ വേഗം എന്ത് ചെയ്യും, ചെയ്തു തീർക്കും. അപ്പൊ ഓർക്കുക, മേക്ക് ഇറ്റ് ഈസി, ഈസിയായി നമുക്കത് ചെയ്യാൻ കഴിയും. അതുപോലെ തന്നെ അത് വളരെ വേഗത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, വളരെ വേഗത്തിൽ നമുക്കത് ചെയ്യാൻ കഴിയും, അഥവാ എക്സ്പെഡേറ്റ് ചെയ്യാൻ കഴിയും. അതുപോലെ തന്നെ അതെന്താണ്, വളരെ ഒരു സഹായാത്മകമായി നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും. ഈ ഒരു ഫെസിലിറ്റി കൂടുന്നത് കൊണ്ട് തന്നെ നമുക്ക് അതൊരു സഹായമായിട്ട് എന്ത് ചെയ്യും, ലഭിക്കും. അതുകൊണ്ട് തന്നെ ഈ 3 വാക്കുകൾ എന്ത് ചെയ്യുക. അടുത്ത പദത്തിലേക്ക് കടക്കാം. ഹോണററി. എന്താണ് ഹോണററി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, ശീർഷകം, അല്ലെങ്കിൽ നമ്മൾ തലക്കെട്ടെന്നൊക്കെ പറയും, ശീർഷകം. അതുപോലെ തന്നെയാണ് നോമിനൽ എന്നൊരർത്ഥവുമുണ്ട്, അതായത് നാമം മാത്രമായത്. ടിറ്റുലാർ എന്നാൽ ശീർഷകം, അതുപോലെ തന്നെ നോമിനൽ എന്നാൽ നാമം മാത്രമായത്. ഓർത്തു വെച്ചിരിക്കുക. ഇനി എങ്ങനെയാണ് ഈ പദം നമുക്ക് പഠിക്കാൻ കഴിയുന്നത്? ഞാൻ ഇന്ന് മാറ്റുവാൻ പോവുകയാണ്. ഹോ നോ നാരി എന്ന് ഞാൻ ആക്കാൻ പോവുകയാണ്. ഹോ നോ നാരി എന്ന് ഞാൻ ഹോണററിയെ മാറ്റാൻ പോകുന്നു. ഹോ നോ, നോ എന്ന് വെച്ചാൽ എന്താണ്, വേണ്ട. ആരെ, നാരിയെ വേണ്ട. നാരി എന്ന് പറഞ്ഞാൽ സ്ത്രീ. ഹോ, എനിക്ക് സ്ത്രീകളെ വേണ്ട, അല്ലെങ്കിൽ സ്ത്രീകളെ കാണുന്നതേ എനിക്ക് എന്താണ്, ഇഷ്ടമല്ല. ഇങ്ങനെയുള്ള വ്യക്തികൾ എന്തായിരിക്കും, അവരെപ്പോഴും ഇതെന്ത് ചെയ്യും, മറ്റുള്ളവരോട് പറഞ്ഞുകൊണ്ട് ഒരു തലക്കെട്ട് അല്ലെങ്കിൽ ശീർഷകമാക്കി വെച്ചുകൊണ്ട് നടക്കും. എനിക്ക് സ്ത്രീകളെ ഇഷ്ടമല്ലാത്ത വ്യക്തിയാണ് ഞാൻ എന്ന് എന്ത് ചെയ്യും, ആൾക്കാരുടെ മുമ്പിൽ പറഞ്ഞുകൊണ്ട് നടക്കും. ഒരു ശീർഷകം, ഒരു തലക്കെട്ടായി ഇതെന്ത് ചെയ്യും, കൊണ്ടു നടക്കും. അപ്പോ അതൊരു ടിറ്റുലർ ആണ് എന്നോർക്കുക. ടിറ്റുലറായി കൊണ്ടു നടക്കും. എന്താണ്, ശീർഷകമായിട്ട് കൊണ്ടു നടക്കും. എനിക്ക് സ്ത്രീകളെ ഇഷ്ടമല്ല എന്ന് പറയുന്നത് വലിയ കാര്യമായിട്ട് എന്ത് ചെയ്യും, കൊണ്ടു നടക്കും. രണ്ടാമത്, ഇങ്ങനെ സ്ത്രീകളോട് ഇഷ്ടമല്ലാത്ത വ്യക്തികൾ വളരെ കുറവായിരിക്കും. അവർ നോമിനൽ ആയിരിക്കും, നാമം മാത്രമായതായിരിക്കും. വളരെ കുറവായിരിക്കും, അഥവാ നോമിനൽ ആയിരിക്കും, അല്ലെങ്കിൽ നാമം മാത്രമായതായിരിക്കും. എന്ന് പറഞ്ഞാൽ വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ അങ്ങനെ കാണുള്ളൂ. ഇതൊന്ന് ഓർത്ത് വെച്ചിരിക്കുക. ഹോണററി മീൻസ് അതിന് നമ്മൾ ചേഞ്ച് ചെയ്ത് പഠിക്കുവാൻ വേണ്ടി എങ്ങോട്ട് മാറ്റി, ഹോ നോ നാരി എന്നാക്കി. ഹോ നോ, എനിക്ക് എന്ത്, നാരിയെ വേണ്ട, അല്ലെങ്കിൽ സ്ത്രീയെ വേണ്ട എന്നുള്ള അർത്ഥത്തിലേക്ക് എന്ത് ചെയ്തു, മാറ്റി. ഈ കഥയെന്ന് എന്ത് ചെയ്യുക, ഓർത്തു വെച്ചിരിക്കുക. 10ാമത്തെ പദത്തിലേക്ക് നമ്മൾ കടക്കാൻ പോവുകയാണ്. ഇമ്പൾസീവ്. എന്താ ഇമ്പൾസീവ് എന്ന വാക്കിന്റെ അർത്ഥം? ആവേശഭരിതമായ, അല്ലെങ്കിൽ കെയർഫുൾ ആയ, ശ്രദ്ധയോടുകൂടിയ, അല്ലെങ്കിൽ കോഷ്യസ് ആയ, എന്താണ്, ജാഗ്രതയോടുകൂടിയ. ഈ പദം എങ്ങനെ പഠിക്കാം എന്ന് ആലോചിച്ചാൽ ഓർത്തു വെച്ചിരിക്കുക. ഈ പൾസ് ഞാൻ ഇങ്ങ് എടുക്കുവാണ്. ഇമ്പൾസീവിൽ നിന്ന് ഞാൻ എടുക്കുന്ന പദമാണ് പൾസ്. പൾസ് എന്ന പദം ഞാൻ ഇങ്ങ് എടുക്കുവാണ്. എന്ത്, പൾസ്. ഇമ്പൾസീവ് നമുക്കൊരു പൾസ് എടുക്കാം അല്ലേടെ. പൾസ് കുറഞ്ഞു കഴിഞ്ഞാൽ അപ്പോഴേ നമ്മൾ ആലോചിക്കും എന്താണ്, നമ്മൾ എന്ത് ചെയ്യൂടെ, നമ്മൾ കെയർഫുൾ ആവുമല്ലേ. നമ്മുടെ പൾസ് കുറയുന്നെന്ന് നമുക്ക് മനസ്സിലായി, നമ്മുടെ ഹൃദയമിടിപ്പ് കുറയുന്നെന്ന് മനസ്സിലാക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, പെട്ടെന്ന് കെയർഫുൾ ആവും, പെട്ടെന്ന് ശ്രദ്ധാലുവാവും നമ്മള്. അതുപോലെ പൾസ് കുറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നമ്മൾ എന്ത് സംഭവിക്കും, നമ്മൾ കൂടുതലായിട്ട് ജാഗരൂപരാകും അല്ലേ. അല്ലെങ്കിൽ എന്താണ്, നമുക്ക് ജാഗ്രത എന്ത് ചെയ്യും, കൂടും. അയ്യോ, എന്റെ ഹെൽത്തിന് എന്തോ പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ എന്റെ ഹാർട്ടിന് എന്തോ പ്രശ്നമുണ്ട്, എന്റെ പൾസ് കുറഞ്ഞു തുടങ്ങിയിരിക്കുന്നു. അപ്പൊ ഓർക്കുക, ഇമ്പൾസീവ് എന്നാൽ ആവേശഭരിതമായ എന്ന വാക്കില് നമ്മൾ എന്ത് ചെയ്തു, പൾസിനെ എന്ത് ചെയ്തു, ഇങ്ങ് എടുത്തു. അപ്പോ അതിന്റെ മറ്റു പദങ്ങൾ ഏതെന്ന് ചോദിച്ചാൽ ശ്രദ്ധയോടെ എന്നുള്ള കെയർഫുൾ എന്നർത്ഥം വരുന്ന, അല്ലെങ്കിൽ കോഷൻസ് എന്നർത്ഥം വരുന്ന, ജാഗ്രത എന്നർത്ഥം വരുന്ന വാക്കും എന്ത് ചെയ്യുക, ഓർത്തു വെച്ചിരിക്കുക. ഇത്രയുമാണ് ഇന്ന് നമ്മൾ പഠിക്കാനുള്ളത്. ഇതിന്റെ അടുത്ത ക്ലാസ്സിലും ഇതുപോലുള്ള
ടിപ്സ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അത് ലഭിക്കുന്നതിന് വേണ്ടി ദയവ് ചെയ്ത് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെൽ ബട്ടൺ ഒന്ന് അമർത്തുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം.